1902 കിഴക്കൻ നേപ്പാളിലെ വനാന്തരങ്ങളിൽ ഡോക്കോ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ജീവിച്ചിരുന്നു. അവിടെ ഒരു ധീരയായ പെൺകുട്ടിയുണ്ടായിരുന്നു. ഒരു വലിയ വേട്ടക്കാരിയാകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. എന്നാൽ അവിടെ സ്ത്രീകൾക്ക് വേട്ടയ്ക്ക് പോകാൻ അനുവാദമില്ലായിരുന്നു. പുരുഷന്മാർ മാത്രമായിരുന്നു വേട്ടയ്ക്ക് പോയിരുന്നത്. തനിക്കൊരു വേട്ടക്കാരിയാകാൻ പറ്റില്ലല്ലോ എന്നോർത്ത് അവൾ ദുഃഖിച്ചു. പക്ഷേ എങ്ങനെയെങ്കിലും തനിക്കൊരു വേട്ടക്കാരിയാകണമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. നക്ഷത്രങ്ങളെ ദൈവങ്ങളായി കണ്ടിരുന്നവരായിരുന്നു അവർ. തൻ്റെ ആഗ്രഹം സഫലമാക്കാൻ തന്നെ ഒരു ആൺകുട്ടിയായി മാറ്റുമോ എന്ന് നക്ഷത്രങ്ങളോടവൾ പ്രാർത്ഥിച്ചു. അന്നൊരു പൗർണമി ദിവസമായിരുന്നു. അതേസമയം ആകാശത്തിലൂടെ ഒരു വാൽനക്ഷത്രം കടന്നുപോയിരുന്നു. പെട്ടെന്നൊരു വെളിച്ചം വന്നു. രാവിലെ അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൾ ഒരു ആൺകുട്ടിയായി മാറിയിരുന്നു. ആൺകുട്ടിയായി മാറിയതിൽ അവൾ ഒരുപാട് സന്തോഷിച്ചു. അവൾ നക്ഷത്രങ്ങളോട് നന്ദി പറഞ്ഞു. അങ്ങനെ അവൻ ഒരു വേട്ടക്കാരനായി മാറി. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വേട്ടക്കാരനായി അവൻ വളർന്നു. അവിടെ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം അവൻ പൊളിച്ചു മാറ്റി. പിന്നീട് സ്ത്രീകളും അവിടെ വേട്ടയ്ക്ക് പോകാൻ ആരംഭിച്ചു. ராதா காதல் வராதா நவநீதர் பாதை போதை தொடாத വരില്ല. നീ നല്ല ഫിറ്റാ. ഇനിയും കുറച്ചുകൂടെ കുടിക്കാം. എന്ത് നല്ല ദിവസം. മടുത്തി ജീവിതം, ഒരു സമാധാനമില്ലാത്ത ജീവിതം. എനിക്ക് വയ്യ ജീവിക്കാൻ. സമാധാനം ഇല്ലാതെ ജീവിതമാണെങ്കിൽ ജീവിക്കല്ലേ, അപ്പോഴേ ചത്തോണം. നിനക്ക് എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചുകൂടാ അതേണ്ടി. ഞാൻ വെറുതെ ആശ്വസിപ്പിച്ച് എന്തിനാ നീ ഇങ്ങനെ ജീവിക്കുന്നേ? ഞാനെങ്ങനെ അറിയാം അപ്പ ചത്ത് തന്നെ. എനിക്ക് മനസ്സമായ ചാകാൻ പോലും പറ്റാത്ത അവസ്ഥയെ. ചാകാൻ എന്താണ് മനസ്സമാധാനം? ചത്ത് കഴിഞ്ഞല്ലേ മനസ്സമാധാനം കിട്ടുന്നത്. അയ്യോ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജോലി കിട്ടിയപ്പോൾ ഞാൻ പോയി EMI ഇട്ട് ബൈക്ക് എടുത്ത്, ഫോൺ എടുത്ത്, വീട്ടിലേക്ക് ഒരു വലിയ TV വാങ്ങി. അതിൻ്റെ EMI അടയ്ക്കാനായിട്ട് ഡെയിലി ജോലിക്ക് പോണ്. കമ്പനി ഡെയിലി എന്നെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി, ചുമ്മാ തട്ടി 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 തട്ടി. എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ജോലിയില്ല, കടങ്ങളും ഇല്ല, പൈസയും ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് നല്ല ദിവസമായിരുന്നു. കർത്താവെ കാത്താനെ. ഞാൻ നല്ല ദിവസമൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി. ഓരോ ദിവസവും നല്ലതാകുന്നതും ചീത്തയാകുന്നതും നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നതാണ് കാര്യം. ഞാനായിട്ട് ജീവിക്കും, അപ്പൊ നിനക്ക് മനസ്സിലാവും എൻ്റെ പ്രശ്നം എന്താന്ന്. എന്താടാ ഈ കയറ്റം കേറിയിട്ടും കേറിയിട്ടും തീരാതെ. നടന്നിട്ടങ്ങ് നീങ്ങുന്നില്ല. നമുക്കിവിടെ അങ്ങ് ഇരിക്കും. ഒന്ന് മാറിക്കേ. കൊന്നോടാ. എടാ, ആർക്കാടാ പ്രശ്നമില്ലാത്തത്? ഈ ലോകത്തുള്ള എല്ലാവർക്കും പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ ഉണ്ടാകുന്നത്? നമ്മളത് പരിഹരിക്കാൻ. പ്രശ്നം ഉണ്ടായാലല്ലേ നമുക്കത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. പ്രശ്നം ഉണ്ടാകും പരിഹരിക്കും, പ്രശ്നം ഉണ്ടാകും പരിഹരിക്കും. ഇതല്ലേ ജീവിതം. പ്രശ്നം മാത്രം ജീവിതമായിട്ടുള്ളവരോ? എടാ, നിന്റെ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല. നിന്റെ ഭാഗത്ത് ഞാനായിരുന്നെങ്കിൽ സുഖമായിട്ടത് പരിഹരിച്ചേനെ. ദൈവമേ, ഒരു ദിവസം എന്റെ സ്ഥാനത്ത് ഇവന്റെ സ്ഥാനത്ത് എന്നെ ആക്കാൻ പറ്റുമോ? നിനക്കെന്താടാ ഭ്രാന്തായോ? മിക്കവാറും ആവും. ബാ, നമുക്ക് വീട്ടിൽ പോവാം. പിന്നെ ഇപ്പൊ ഭയങ്കര വളർച്ചയാണല്ലോ. അവൻ പോയോ? ഇനി എന്നെ ആര് കൊണ്ടുപോകും?
അയ്യോ സമയം പോയല്ലോ. ഏ അയ്യോ എന്റെ മുഖം അതല്ലല്ലോ എന്റെ മുഖം. എന്റെ മുഖത്തിന് എന്ത് വെച്ചു? എന്റെ തലമുടി, എന്റെ ഹെയർ സ്റ്റൈൽ, എന്റെ സുന്ദരമായ മുഖമല്ലേ ഇത്? ഞാനെന്താ ഇവിടെ? അയ്യോ ഞാനെന്താ ഇവിടെ? എനിക്കെങ്ങനെ അറിയാം? ഒരു ദിവസം എന്റെ സ്ഥാനത്ത് ഇവന്റെ സ്ഥാനത്ത് എന്നെ ആക്കാൻ പറ്റുമോ? അയ്യോ ഇന്നലെ ഒരു തമാശക്ക് പറഞ്ഞതാ, ശരിക്കും അങ്ങ് മാറ്റിക്കളഞ്ഞല്ലോ. പ്രാങ്ക് അല്ലടാ, പ്രാങ്ക് അല്ലേ? അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. എടാ പ്രാങ്ക് അല്ലടാ, റിയലാ. അപ്പൊ നിങ്ങൾ ശരിക്കും മാറിയോ? ഇത് പ്രാങ്ക് അല്ലേ? എടാ പ്രാങ്ക് അല്ല, റിയൽ. ഇറ്റ്സ് റിയൽ. ഇതിന് എന്തേലും ഒരു സൊല്യൂഷനീ പറ. ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ട്. ഫോൺ അടിക്കുന്ന ആരാന്ന് നോക്കട്ടെ. ആ മാനേജർ. എടാ ഉണ്ണി, ഇങ്ങി വന്നേ. എന്നാടാ? ഞങ്ങളുടെ മാനേജറാ, നീ ഒന്ന് സംസാരിക്കണം. എടാ നീ സംസാരിക്കേ. എടാ എന്റെ സൗണ്ട് അല്ലല്ലോ, നിന്റെ സൗണ്ട് അല്ലേ എനിക്ക്. നീ ഒന്ന് സംസാരിച്ചാൽ മതി. എടാ ഞാൻ പറയാൻ കൊളാകൂടാ. എടാ ഞാൻ പറയുന്ന പോലെ തന്നെ പറഞ്ഞാൽ മതി. ഇന്നൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അത്യാവശ്യമാണ്, ലീവ് വേണം. ഞാൻ എങ്ങനെ പറയാനാ? വായും കൊണ്ട് പറയടാ. ദേ കട്ടായി. ഭാഗ്യം. ഇപ്പൊ വിളിക്കുമായിരിക്കും. ആ വിളിച്ചു. എന്നാ ഹലോ സാർ, ഞാൻ ഹോസ്പിറ്റലിൽ അമ്മുവിനെ കൊണ്ട് വന്നേ അപ്പൂപ്പൻ്റെ അജു കേസിന് ലീവ് ഹോസ്പിറ്റലിൽ കിട്ടാനായിട്ട്. ഹോസ്പിറ്റലിൽ ലീവ് തരത്തില്ലെന്ന്. അമ്മൂമ്മയുടെ ഹോസ്പിറ്റലിൽ സാറിനോട് ഞാൻ ലീവ് ചോദിച്ചിരുന്നു. സാറിൻ്റെ ലീവ് മറിച്ച് തന്നാലും സെയിൽസിൻ്റെ ലീവ്, സാറിൻ്റെ ലീവ് മറിച്ച് തരാമോ? സാർ എനിക്ക് ലീവ് എടുത്തു. എടാ ഒരു ലീവിന്റെ കാര്യം പോലും കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ലേ? എടാ ആ പുള്ളിനെ കടിച്ചു കയറാൻ വരുന്നു, ഞാൻ എന്നാ ചെയ്യാനാ? എടാ ഒരു ലീവല്ലേ, അതൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ലേ? എനിക്ക് പറ്റില്ല നിനക്ക് വരുന്ന കോൾ എടുക്കാൻ. നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക്. എടാ ആദ്യം നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെക്ക്. കൂടുതൽ ആൾക്കാർ അറിഞ്ഞാലേ മുഴുവൻ കോംപ്ലിക്കേറ്റഡ് ആവും. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ടൊന്ന് സെർച്ച് ചെയ്യണം. എടാ ഇതേ കൺസെപ്റ്റ് ഇതിഹാസ എന്ന് പറഞ്ഞൊരു മലയാളം മൂവി ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊരാണും പെണ്ണും അല്ലേ മാറുന്നേ? ഇപ്പോഴത്തെ കാലമല്ലേ, ആണും പെണ്ണും ഒക്കെ മാറിയിരിക്കും. എടാ ഇന്നലെ നിങ്ങൾ നടന്നു വന്നപ്പോൾ സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടായിരുന്നോ? ആ ഇന്നലെ നല്ല വെളിച്ചമുണ്ടായിരുന്നു. അത് സ്ട്രീറ്റ് ലൈറ്റ് വല്ലതും ആയിരിക്കും. ഏയ് അല്ലടാ, ആ ഏരിയ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുമല്ല, ഇവൻ പറഞ്ഞ പോലെ പതിവിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ ഇത്രയും വെളിച്ചം വന്നേ? ഇനി ചന്ദ്രഗ്രഹണം വല്ലതും ആണോ? അല്ലടാ, ഇന്നലെ എൻ്റെ ബോധം പോകുന്നതിന് മുന്നേ ആകാശത്തിലൂടെ എന്തോ ഒന്ന് നല്ല വെളിച്ചത്തി എന്തോ ഒരു സാധനം ഇങ്ങനെ പോകുന്ന ഞാൻ കണ്ടു. അതെന്തോ ഒരു വാൽ നക്ഷത്രമാ. അത് കഴിഞ്ഞ് എനിക്കൊന്നും ഓർമ്മയില്ല. അത് ഞാനും കണ്ടായിരുന്നു. അതിന് നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. ഇവൻ പറഞ്ഞ പോലെ അതൊരു വാൽനക്ഷത്രമാണെന്ന് തോന്നുന്നു. വാൽനക്ഷത്രവും? ഞാൻ കുറച്ച് വാൽനക്ഷത്രങ്ങളെ കാണിക്കാം. നിങ്ങൾ ഇന്നലെ കണ്ടത് ഇത് വല്ലതും ആണോന്ന് പറ. ആ സ്റ്റാർട്ട് വന്നേ ഒന്ന് മുകളിലോട്ട് വന്നേ. ഈ സ്റ്റാർ ഞങ്ങൾ ഇന്നലെ കണ്ടേ. ഇതോ
ഓ ഇതായിരുന്നല്ലേ. ഇതൊരു വിഷിംഗ് സ്റ്റാറാണ്. പേര് സൈറസ്. ഈ സ്റ്റാർ ഭൂമിയിൽ ഒരു നിശ്ചിത ടൈം പീരീഡ് മാത്രമേ കാണപ്പെടുത്തുള്ളൂ. അതും ഏതാനും സെക്കൻഡുകൾ മാത്രം. ആ സമയത്ത് ആരെങ്കിലും അവരുടെ ആഗ്രഹം മനസ്സിൽ തൊട്ട് പറയുകയാണെങ്കിൽ ആ സ്റ്റാർ അത് സാധിച്ചു കൊടുക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. എടാ അപ്പം ആ സ്റ്റാർ കാരണം ഞങ്ങളിങ്ങനെ മാറിയെന്നാണ് നീ പറഞ്ഞു വരുന്നത്? ആയിരിക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ലോജിക്കലി എങ്ങനെ ശരിയാവും? അതിനുള്ള ഉത്തരവ് നീ ഇവനായതും ഇവൻ നീ ആയതും. ഇനിയിപ്പോൾ ആ സ്റ്റാർ എപ്പോഴാണ് വരുന്നത്? നിൽക്കേ, ഞാൻ നോക്കട്ടെ. ഒരു പ്രശ്നമുണ്ട്. എന്താ? നിങ്ങൾ കണ്ട ഈ നക്ഷത്രം ഇനി കാണുന്നത് 123 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. അപ്പോൾ ഇനി 123 വർഷങ്ങൾ കഴിയണോ ഞങ്ങൾ പഴയപോലെ ആകാൻ? 123 വർഷം പോലും ഒരു ഏകദേശ കണക്കാണ്. ചിലപ്പം അതിൽ കൂടാം, അതിൽ കുറയാം. നീ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വഴി പറ. ശരി, നിങ്ങൾ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം എന്നോട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറ. അപ്പോൾ എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കാം. ഇന്നലെ ആയിട്ട് നിന്റെ പാർട്ടി കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ ആയിരുന്നു. നിക്ക് ഇന്നലെ ഞാൻ പാർട്ടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ഇന്നലെ നമ്മൾ ഒരുമിച്ച് ഇരുന്നല്ലടാ വെള്ളം അടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു പോയപ്പോഴല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിയത്. ഇന്നലെ അതിന് ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നല്ലോ. ഇന്നലെ നമ്മൾ ഒരുമിച്ച് ഇരുന്നല്ലടാ നിന്റെ അവിടെ വെള്ളം അടിച്ചത്. നീ മറന്നുപോയോ? ഇവന്മാർ ഇതെന്തൊക്കെ പറയുന്നത്? അതിന് ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നല്ലോ. ഇവിടെ വീട്ടിൽ ഇല്ലാതെ ഞാൻ എങ്ങനെയാടാ നിങ്ങളുടെ കൂടെ തിരിഞ്ഞ് വെള്ളം അടിക്കുന്നത്? നിനക്കൊക്കെ എന്ത് പറ്റി? ഇന്നലെ ഒരുമിച്ച് ഇരുന്നല്ലേ നിന്റെ അവിടെ. ഒരു പ്രശ്നമുണ്ട്. എന്താടാ? നമ്മൾ ഇപ്പോഴും ഇന്നലത്തെ ആ ഡേ തന്നെയാ. ഈ ഡേ കഴിഞ്ഞ് നമ്മൾ പോയിട്ടില്ല. എന്തൊരു നല്ല ദിവസം. എല്ലാ ദിവസവും ഇതുപോലെ എനിക്ക് കൊള്ളായിരുന്നു ദൈവമേ. ഷോ, ഏത് സമയത്താണോ എനിക്കങ്ങനെ പറയാൻ തോന്നിയേ? ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം. ഇനി ഇതെങ്ങനെ തീർക്കും? എടാ വെയിറ്റ്, ഇന്നലത്തെ ദിവസം ഒന്നുകൂടെ റിപ്പീറ്റ് ആവുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ചാൻസ് അല്ലേ? അപ്പം ഇന്നലത്തെ സ്റ്റാർ ഒന്നുകൂടി വരില്ലേ? അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി വിഷ് ചെയ്യത്തില്ലേ? ടൈമായോ? ടൈമായി. ബാ തുടങ്ങാം. ഞങ്ങളെ പഴയതുപോലെ ആക്കണേ ദൈവമേ, ഞങ്ങൾ ഒന്ന് പഴയതുപോലെ മാറ്റണേ. അങ്ങനെ മാറുവാണേ നാളെ ഞാൻ ഇവനെ കൊണ്ട് മലയാറ്റൂർ പള്ളി വലിഞ്ഞു കയറിക്കൊള്ളാവേ. ദൈവമേ മാറ്റണേ. എന്നാ ഒന്നും മാറിയില്ല. അപ്പൊ ഈ പ്ലാനും വല്ലാത്ത ചെയ്തായിപ്പ് വർക്കായില്ല. എല്ലാം തീർന്നു. ജീവിതം കഴിഞ്ഞ് ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കണമല്ലോ ദൈവമേ. കഴിഞ്ഞില്ലേ എല്ലാം? ഇനി ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ. എടാ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യമില്ല. നമുക്ക് അടുത്ത വഴി നോക്കാം. ഇനിയിപ്പോൾ എന്താ വഴി? ആകെ നമ്മുടെ മുമ്പിലുള്ള വഴി ഇത് മാത്രമായിരുന്നു. അതും പോയി. നിന്റെ ഈ ഓവർ തിങ്കിങ്ങും ഓവർ പ്രഷറും നമ്മളെ ഇന്ന് ഈ അവസ്ഥയെ കൊണ്ട് എത്തിച്ച്. ദൈവമേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പഠിച്ച്. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ അടുത്തൊരു പ്രശ്നമേ അല്ല. എൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇതാ. ഇത് കാരണം എൻ്റെ ലൈഫ്, എൻ്റെ ജോലി എല്ലാം പോകും. ദൈവമേ, ഇതിൽ നിന്ന് ഞങ്ങളെ എങ്ങനെയല്ലോ ഒന്ന് രക്ഷിക്കുക. ഞങ്ങളെങ്ങനെയല്ലോ ഒന്ന് പഴയതുപോലെ ആക്കിത്താ. നോക്കിയിരുന്നോ, ഇപ്പൊ പഴയ പോലെ ആകും.
ശരിയായി ശരിയായി. ഞാനിവിടെ ഒന്ന് വിഷയം നോക്കിയാലോ. എന്നെ കുറച്ച് ചെറുപ്പമാക്കാൻ എൻ്റെ സ്റ്റാറേ.